ഹായ് ആരും സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. കാരണം ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവുന്ന വീഡിയോയും കൂടിയാണ് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് പയർ കുതിർത്ത് വെച്ചേക്കുന്നതാണെന്ന് മനസ്സിലാവും. പക്ഷേ ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഐറ്റം ആണെങ്കിൽ കൂടെ ഇത് ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പയറിൻ്റെ ദോശയാണ് കേട്ടോ. നമുക്ക് ചെറുപയർ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാം. കുറച്ച് മുളക് വന്നതാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അതിലോട്ടേക്ക് ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു നുള്ള് ജീരകം, അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അടിയണം. നമ്മൾ നോർമലി ഒരുപാട് വെള്ളം ഒന്നും കൂടി പോകേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ ദോശക്കൊക്കെ എടുക്കുന്ന മാവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സി വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് നമ്മൾ എന്താണെങ്കിലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നത് 100% ഉറപ്പാണ്. അത്രയും ഹെൽത്ത് ബെനിഫിറ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യാണ് കേട്ടോ. ഇത്രയും കാലം എന്തുകൊണ്ടാണ് എനിക്കിത് ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി വരാതിരുന്നതെന്നുള്ളത് ഇതിന്ന് ആദ്യമായിട്ട് കഴിച്ചപ്പോഴാണ് എനിക്കങ്ങനെ ഒരു റിഗ്രഷൻ വന്നത്. അത്രയും ടേസ്റ്റിയാണ്. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് കല്ലിൽ നിന്ന് പൊളിച്ചെടുക്കാൻ പാടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ട്രൈ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളും എന്താണെങ്കിലും ഇതിൻ്റെ ഫാനായി മാറും. ഒറ്റത്തവണ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഗീ കൂടെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. നെക്സ്റ്റ് സൈഡ് കൂടെ നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഹെൽത്തി വീഡിയോയും ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാവുന്നില്ലേ? ഒരു വെറൈറ്റി കളറാണ്, നല്ല ടേസ്റ്റിയാണ്, അടിപൊളി ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്ന ഒരു ദോശയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു ചട്നീൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. നല്ല ചൂടോടെയാണെങ്കിൽ ചട്നീൻ്റെ ഒരാവശ്യമില്ല, നമുക്ക് അപ്പാടെ കഴിക്കാൻ പറ്റും. ഞാൻ എന്താണെങ്കിലും മുളകിട്ട കറീൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. വീഡിയോ കണ്ടുകൊടുക്കുന്ന ആരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കല്ല കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് അത്രയും അധികം സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ ഈ ഒരു രീതിക്കാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നിങ്ങളെല്ലാവരും ഒറ്റ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ടാറ്റാ.